അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, ആ നിൽക്കുന്ന ചെറുപ്പക്കാരൻ 1 മണിക്കൂർ കഴിഞ്ഞാൽ മരിക്കും, 1 മണിക്കൂർ കൂടെ ഇനി ആയുസുള്ളൂ. അവനോട് അതൊന്നും പറഞ്ഞു കൊടുത്തേക്ക് നബിയെ. അള്ളാന്റെ റസൂല് നോക്കുമ്പോ വളരെ സന്തോഷത്തോടെ നിൽക്കണ ഈ ചെറുപ്പക്കാരൻ ഇവന്റെ അടുക്ക പോയിട്ട് നീ 1 മണിക്കൂർ കഴിഞ്ഞാൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാന്റെ റസൂല് ചോദിച്ച്, ഞാൻ പറയണോ ജിബ്രീൽ? അള്ളാഹുവിന്റെ കൽപ്പനയാ നബിയെ, പറയണം. അള്ളാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, 1 മണിക്കൂർ കൂടെ നീ ജീവിക്കും, 1 മണിക്കൂർ കഴിഞ്ഞാൽ നീ മരിക്കും. അള്ളാന്റെ റസൂല് പറഞ്ഞ പിന്നെ അവിടെ വേറെ ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല. ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, നബിയെ, എന്തായാലും 1 മണിക്കൂർ കൂടെ എനിക്ക് ആയുസുള്ളൂ, ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ഒരു അമല് പറഞ്ഞത്. എന്തായാലും 1 മണിക്കൂറല്ലേ ഇനി എനിക്കുള്ളൂ, ഈ 1 മണിക്കൂറിൽ എനിക്ക് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ഒരു അമല് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂല് നിസ്കരിക്കാനല്ല പറഞ്ഞു കൊടുത്തത്, ദിക്ർ പറയാനല്ല പറഞ്ഞു കൊടുത്തത്, സദഖ കൊടുക്കാനല്ല പറഞ്ഞു കൊടുത്തത്, തന്റെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാനല്ല പറഞ്ഞു കൊടുത്തത്, തന്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ ആ 1 മണിക്കൂർ ചിലവഴിക്കാനല്ല പറഞ്ഞു കൊടുത്തത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഇൽമു പറയുന്ന സദസ്സിൽ പോയിരിക്കുക, ഇൽമു പറയുന്ന സദസ്സിൽ പോയിരിക്കുക, അതാണ് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന കാര്യം. ആ ചെറുപ്പക്കാരൻ മസ്ജിദ് നബവിയിലേക്ക് ഓടിച്ചെല്ലുമ്പോ കയ്യിൽ എണ്ണാവുന്ന തുച്ഛമായ സഹാബത്ത് ഒരുമിച്ചിരുന്ന് ദീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇൽമു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സദസ്സിൽ പോയിരുന്നു, അവിടെ ഇരുന്ന് മരണപ്പെട്ടു. ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഈ സദസ്സിന്റെ മഹത്വം. അതാണ് ഇവിടെ ഇരുന്ന് വയത് കേൾക്കാൻ ഈ സദസ്സിന്റെ മഹത്വം. അതാ. അതുകൊണ്ട് എന്തായാലും വന്നു സഹോദരങ്ങളെ, വയത് കൊള്ളാവെങ്കിലും കൊള്ളത്തില്ലെങ്കിലും അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇരുന്ന് ഉറങ്ങുമെങ്കിൽ ഉറങ്ങിക്കുന്നാലും കുഴപ്പമില്ല. അവസാനം വരെ ഇരുന്ന് ദുആയിൽ പങ്കെടുത്തിട്ട് ഇവിടുന്ന് പിരിയാവൂ. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. വയതിനകത്ത് കള്ളുകുടിയും പെണ്ണുപിടിയും വ്യഭിചാരവും സിനിമ കാണലും സീരിയൽ കാണും ഒളിച്ചോട്ടോ ഇതൊക്കെ പറയും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളൊക്കെ മോശക്കാരായതുകൊണ്ട് ഞങ്ങളെ നന്നാക്കാനാ ഉസ്താദ് വന്നേന്ന് നിങ്ങൾ വിചാരിക്കും. തെറ്റിദ്ധരിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ആരെയും നന്നാക്കാൻ വേണ്ടിയല്ല ഞാൻ വയത് പറയുന്നത്. ഞാൻ അന്ന് വന്നപ്പോഴും പറഞ്ഞ അതേ വാചകം ഇന്നും പറയുന്നു. നിങ്ങൾ ആരെയും നന്നാക്കാനല്ല ഞാൻ വയത് പറയുന്നത്. ഞാൻ വയത് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. ഒരു സ്നേഹമില്ലാത്ത പണി കാണിക്കരുത്. ഒരു ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ ഇനി ഞാൻ പറയണത് കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്നാകണമെന്ന് തോന്നിയാ കൂടെ കൂടിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മനുഷ്യൻ ഒരാള് വസ്ത്രം കഴുകുമ്പോൾ ആദ്യം വെളുക്കുന്നത് കഴുകുന്നവന്റെ കൈയാണോ വസ്ത്രമാണോ? എന്താ വെളുക്ക? നിങ്ങളൊക്കെ മലക്കുകളാ, കഴുകിയിട്ടില്ല? ഒരു മനുഷ്യൻ എന്റെ തലയിൽ കിടക്കുന്ന ഈ തൊപ്പി ഞാൻ കഴുകിയ ആദ്യം വെളുക്കുന്നത് എന്റെ കൈയാണോ തൊപ്പിയാണോ? പെണ്ണുങ്ങൾക്കല്ലേ അറിയാം എന്താ താത്തമ്മരെ വെളുക്ക. കല്ല് വെളുക്കില്ലേ? ആദ്യം വെളുക്കുന്നത് കൈയാണ്. അപ്പൊ വയത് പറയുന്നത് എന്റെ ഹൃദയം വെളുക്കാൻ. അള്ളാഹു വെളുപ്പിച്ചു തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വെളുപ്പിക്കണമെന്ന് തോന്നിയാൽ കൂടെ കൂടിക്കോ. നമ്മളൊക്കെ എല്ലാവർക്കും നാളെ സ്വർഗത്തിൽ ഒരുമിക്കാം. അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് തന്നിരിക്കുന്ന വിഷയം ഇബ്ലീസിന്റെ വലയും ഇഖ്ലാസിന്റെ വിലയും. അത് പറയാൻ നിന്ന പ്രശ്നം ഇന്നങ്ങ് തീരൂല. ഓന്റെ കാര്യമല്ലേ, ഇബ്ലീസിന്റെ വലയല്ലേ. ഞാൻ വഅദ് പറയാൻ നിന്ന പ്രശ്നം അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അപ്പൊ ഇന്നലെ വന്ന ഉസ്താദ് ഖുർആനിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. അപ്പൊ ഞാനും ഖുർആനിനെ കുറിച്ച് തന്നെ പറയാം. ഇന്നലെ ഖുർആനിലെ കുട്ടികളെ കുറിച്ച് ഉസ്താദ് പറഞ്ഞു. ഇന്നെന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ നമുക്കൊരു താക്കീത് പറഞ്ഞു തരുന്നുണ്ട്. അതാ നമുക്ക് ഇന്നത്തെ വിഷയം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് മുന്നറിയിപ്പുകളും ഒരുപാട് താക്കീതുകളും ഒരുപാട് ഗുണപാഠങ്ങളും ഒരുപാട് ചരിത്രങ്ങളും അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ ഒരുപാട് മുന്നറിയിപ്പുകളെ കുറിച്ച് പറഞ്ഞു തരുന്നു, ഒരുപാട് താക്കീതുകളെ കുറിച്ച് പറഞ്ഞു തരുന്നു. എന്തിന്? മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനും ഒരു മുന്നറിയിപ്പുകാരനായിരുന്നു, ഒരു താക്കീതുകാരൻ. അള്ളാഹുവിന് 99 പേരുകളുണ്ട്.
അള്ളാഹുവിന് 99 പേരുകളുണ്ട്. അതുപോലെ അള്ളാന്റെ റസൂലിനും 99 പേരുകളുണ്ട്. ആ 99 പേരുകളിൽ ചില പേരുകൾ അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് പേരിടുമ്പോ നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ ഭർത്താവിന്റെയും ഭാര്യയുടെയും വാപ്പയുടെയും ഉമ്മയുടെയും പേരിന്റെ ഒന്നാമത്തെ അക്ഷരം തന്റെ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അർത്ഥം പോലും നോക്കാതെ പേരിടുന്നവരുണ്ട്. എന്താണ് അർത്ഥം എന്ന് പോലും നോക്കൂല. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്റെ മോളുടെ പേര് ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല, ആർക്കും ഇല്ലാത്തൊരു പേര്, ഫാത്തിമ നിഫാസ്. തന്റെ മോളുടെ പേരാ ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ നല്ല പേരാ, നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പെണ്ണുങ്ങൾക്ക് അറിയാം. എന്റെ പ്രിയമുള്ളവർ, അർത്ഥം പോലും നോക്കാതെ പേരിടുമ്പോ പേരിന് വല്ലാത്ത പ്രസക്തിയുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് മുഹമ്മദ് എന്ന പേര് ആരെങ്കിലും തന്റെ മക്കൾക്ക് നബിയോടുള്ള മഹബത്തിന്റെ പേരിലിട്ടാൽ ആ മനുഷ്യന് നാളെ സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന പേര് അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് തന്റെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ നാളെ അവൻ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിലെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ 99 പേരുകളിൽ ചില പേരുകൾ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ കാണാം, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരുകൾ ഖുർആൻ പറഞ്ഞു തരുന്നു. എന്റെ പ്രിയമുള്ളവരെ, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദാ. മുഹമ്മദ് ശാഹിദ് എന്ന പേരുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരാണ്. പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ പേരാണ് മുഹമ്മദ് ശാഹിദ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വശാഹിദാ. മുബസ്സിർ എന്ന പേരുണ്ടല്ലോ, മുഹമ്മദ് മുബസ്സിർ എന്ന പേര് ഖുർആൻ പറഞ്ഞ പേരാണ്. നദീർ എന്ന പേരുണ്ടല്ലോ, മുഹമ്മദ് നദീർ എന്ന പേര്, മുഹമ്മദ് ദാഴി എന്ന പേര്. എന്റെ പ്രിയമുള്ളവരെ, ഈ പേരുകൾ മുഴുവനും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. സിറാജ് എന്ന പേരുണ്ടല്ലോ, സിറാജ് എന്ന പേര് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരാണ്. പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ പേരാണ് സിറാജ്. മുനീർ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരുകളാണ്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരുകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ പേരുകൾക്കിടയിൽ ഒരു പേര് കാണാം, മുബസ്സിറൻ വനദീറാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ 99 പേരുകളിൽ ഒരു പേരാണ് മുന്നറിയിപ്പുകാരൻ, താക്കീതുകാരൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുന്നറിയിപ്പുകാരനായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് മുന്നറിയിപ്പുകൾ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് ഒരുപാട് മുന്നറിയിപ്പുകളെ കുറിച്ച്, ഒരുപാട് താക്കീതുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നു. 12 താക്കീതുകളാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 114 സൂക്തങ്ങൾ ഞാനും നിങ്ങളും ഓതി നോക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, 6666 ആയത്തുകള് ഞാനും നിങ്ങളും ഓതി നോക്കുമ്പോ അതിനകത്ത് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് തരുന്ന താക്കീതുകൾ 12 എണ്ണമാണ്. 12 താക്കീതുകളാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നത്. നിസാരമായി തള്ളിക്കളയല്ലേ, നിസാരമായി തള്ളിക്കളയല്ലേ. എന്റെ പ്രിയമുള്ളവരെ, ആഖിബത്ത് പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഈ പറയുന്ന താക്കീതുകൾ. നമ്മൾ നിസാരമായി തള്ളിക്കളഞ്ഞാൽ നമ്മുടെ അവസാനം വല്ലാതെ മോശമാവുകയാണ്. അവസാനം റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിന്റെ കുണ്ടാരത്തിൽ കടന്നു ഞാനും നിങ്ങളും ഉരുകേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തരുമ്പോൾ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്ന ഒന്നാമത്തെ താക്കീത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്ന ഒന്നാമത്തെ താക്കീത് ഏതാ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറഞ്ഞു തരുന്ന താക്കീത് ഏതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവര്, നിങ്ങൾ അല്ലാഹുവിനെ പങ്കു ചേർക്കല്ലേ. നിങ്ങൾ ശിർക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അല്ലാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് താക്കീത് നൽകുമ്പോൾ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവർ ചിന്തിക്കും, ഉസ്താദ് എന്തിനാണ് ഈ മുസ്ലിമീങ്ങളായ അല്ലാഹുവിനെ വിശ്വസിക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന ഖുർആൻ ഓതുന്ന ദിക്റുകൾ പറയുന്ന സ്വലാത്തുകൾ പറയുന്ന സൽക്കർമ്മം ചെയ്യുന്ന അല്ലാഹുവേ ഞങ്ങളോട് എന്തിനാണ് പടച്ചവനെ പങ്കു ചേർക്കാൻ പാടില്ല, റബ്ബിനോട് ശിർക്ക് ചെയ്യാൻ പാടില്ലെന്ന് എന്തിനാ പറഞ്ഞു തരുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാ. എന്റെ പ്രിയമുള്ളവരെ, ഏതാ ഉസ്താദന്മാരിപ്പുണ്ടല്ലോ. എല്ലാ ഉസ്താദന്മാരും ഇൽമു പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ പഠിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഹദീസിന്റെ കിതാബുകൾ ബുഖാരിയും മുസ്ലിമും എന്റെ പ്രിയമുള്ളവരെ മിസ്കാത്തുമെല്ലാം പഠിക്കാൻ തുടങ്ങുമ്പോ ഒന്നാമതായി പഠിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ശദീദു ബയാദി സിയാബ്. ഒന്നാമതായി പഠിക്കുന്ന ഹദീസ് ഏതെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ അനുചരന്മാരും ഇരിക്കുമ്പോ ഒരു മനുഷ്യൻ നടന്നു വരികയാണ്. വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ആ മനുഷ്യനെ ഇന്ന് വരെ ഒരാളും കണ്ടിട്ടില്ല. ആ മനുഷ്യനാ നാട്ടുകാരനല്ല, യാത്രക്കാരന്റെ ഒരു അടയാളവുമില്ല. ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് തന്റെ കാലിന്റെ മുട്ടുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ മുട്ടിനോട് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലിന്റെ തുടയില് 2 കൈ കൊണ്ടടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ മനിൽ ഈമാൻ, വിശ്വാസമെന്ന് പറഞ്ഞാലെന്താ? വിശ്വാസമെന്ന് പറഞ്ഞാലെന്താ? പാതിരാത്രി ഒരുമിച്ച് കൂടി എല്ലാവർക്കും അറിയാം ഈമാൻ കാര്യങ്ങൾ 6 ഒന്ന് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കല്, അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കല്, അല്ലാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കല്, അല്ലാഹുവിന്റെ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കല്, അന്ത്യദിനത്തിനെ കൊണ്ട് വിശ്വസിക്കല്. എന്റെ പ്രിയമുള്ളവരെ, നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് വിശ്വസിക്കല്. ഈ 6 കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ 6 കാര്യങ്ങളിൽ 5 ഉണ്ടല്ലോ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എല്ലാവർക്കും അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വാസമുണ്ട്, അല്ലാഹുവിന്റെ കിതാബിൽ വിശ്വാസമുണ്ട്, അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. ഒരു ദിവസം ഈ പ്രപഞ്ചം തകരുമെന്ന്, ഈ പ്രപഞ്ചം തകരുമെന്ന് ഈ സദസ്സിൽ ഇരിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ 6ാമത്തെ കാര്യമുണ്ടല്ലോ, 6ാമത്തെ കാര്യമുണ്ടല്ലോ, വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. 6ാമത്തെ ഒരു കാര്യമുണ്ടല്ലോ, നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. ദുഃഖവും സന്തോഷവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാ വരുന്നത്. ഇത് വിശ്വസിക്കാൻ നമ്മളിൽ പലർക്കും മടിയാട്. ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും നഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ മാത്രം കടന്നു വരുമ്പോൾ, വീടിനകത്ത് തമ്മിലടിയാകുമ്പോ, വീട്ടിലുള്ളവരെ മരണപ്പെടുമ്പോ, കച്ചവടം മുഴുവനും നഷ്ടത്തിലാകുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും പറയുന്ന ഒരു വാക്കുണ്ട്, നമുക്ക് വിശ്വസിക്കാൻ മടിയാട്, നമുക്ക് വിശ്വസിക്കാൻ മടിയാട്. ജീവിതത്തിലെ ദുഃഖങ്ങൾ മുഴുവനും കടന്നു വരുമ്പോൾ, ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോ, രോഗങ്ങൾ പിടിക്കുമ്പോ, കടങ്ങളുണ്ടാകുമ്പോ, കച്ചവടം നഷ്ടത്തിലാകുമ്പോ, ഞാനും നിങ്ങളും ചിലപ്പോൾ പറയാറുണ്ട്, ആരോ എനിക്ക് കൂടോത്രം ചെയ്തു വെച്ചിരിക്കുകയാ, ആരോ മന്ത്രവാദം ചെയ്തു വെച്ചിരിക്കുകയാണ്, ഞാൻ നശിക്കുന്നതിന് വേണ്ടി എന്റെ അയൽവാസി എന്തോ മന്ത്രവാദം ചെയ്തു വെച്ചിരിക്കുകയാ. വിശ്വസിക്കാൻ മടിയാണ്. ഇത് പടച്ചവന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇതാരോ എന്തോ ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രവാദികളുടെ മുന്നില്, ജ്യോതിശാലയങ്ങളുടെ മുന്നില്, വെറ്റ നിരത്തുന്നവന്റെ മുന്നില്, ഉസ്താദന്മാരുടെ മുന്നില്, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഓടി നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അത് പടച്ചവന്റെ തീരുമാനം
തീരുമാനമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ, ഞാനും നിങ്ങളും ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ മലക്കിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ തലച്ചോറിൽ ആ മലക്ക് എഴുതി വെച്ചിട്ടുണ്ട്, പൊന്നുമോനെ നീ എത്ര വയസ്സ് വരെ ഈ ദുനിയാവിൽ ജീവിക്കും ചെറുപ്പക്കാരാ? പൊന്നുമോനെ നിന്റെ ഭാര്യ ഇതാ, നിന്റെ ഭർത്താവിതാ, നിന്റെ മക്കളിതാ. നീ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ പോലും അല്ലാഹു പേരെഴുതി വെച്ചിരിക്കുകയാണ്. ആ മലക്ക് സർവ്വത് എഴുതി വെച്ചിട്ടുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോഴ് ഈ മലക്കെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. ഇത്ര വയസ്സ് വരെ നീ ജീവിക്കും, ഇന്ന സ്ഥലത്ത് കിടന്ന് നീ മരണപ്പെടും, ഇന്ന സ്ഥലത്ത് നിന്നെ കബറടക്കും. മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടാണോ മരിക്കുന്നത്, കാഫിറായിട്ടാണോ മരിക്കുന്നത്, എല്ലാം ഈ മലക്ക് എഴുതി വെച്ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആരുടെ മുന്നിൽ ഓടി നടന്നിട്ടും കാര്യമില്ല, എവിടെയെല്ലാം പോയി പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. ഇതെല്ലാം പടച്ചവന്റെ തീരുമാനമോ. നിന്റെ ഭാവി പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ഉസ്താദിനോ ഒരു തങ്ങൾക്കോ ഒരു ഔലിയായിനോ ഒരു പ്രവാചകനോ ഒരു മനുഷ്യന്റെ ഭാവി പറയാ കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനം എടുത്തു നോക്ക്. 5 കാര്യങ്ങൾ അല്ലാഹല്ലാതെ ലോകത്തൊരു മനുഷ്യനും അറിയില്ല. അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തില് 5 കാര്യങ്ങൾ അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുവോ? ഈ പ്രപഞ്ചമെന്നാണ് തകരുന്നത്, ലോകം അവസാനിക്കുന്നതെന്നാണ്. ഒരു വെള്ളിയാഴ്ചയാണെന്ന് നമുക്ക് പറയാൻ കഴിയും, പക്ഷേ ഏത് വെള്ളിയാഴ്ചയാണ്, ഏത് വർഷമാണ്, ഏത് മാസമാണ് പറയാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. ഈ പ്രപഞ്ചം എന്നാണ് തകരുന്നതെന്ന് അല്ലാഹുവിനല്ലാതെ ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. 2 വയുനസിലുൽ ഗൈസാ. മഴയപ്പടാ പെയ്യുന്നത്, മഴയപ്പടാ പെയ്യുന്നത് അത് പടച്ചവനല്ലാതെ ഒരാൾക്കും പറയാൻ കഴിയില്ല. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ ഇന്ന സമയത്ത് മഴ പെയ്യുമെന്ന് പറയാൻ ആരും കൊണ്ടും കഴിയില്ല. ഖുർആൻ മൂന്നാമതായി പറയുന്നു, വയഅലമു മാ ഫിൽ അർഹാം. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ, ആ കുഞ്ഞിന്റെ അവസ്ഥയെ കുറിച്ച് ഒരാൾക്കും പറയാൻ കഴിയില്ല. 4 മാസം കഴിഞ്ഞാലേ ശാസ്ത്രത്തിന് പറയാൻ കഴിയൂ. 4 മാസത്തിന് മുമ്പ് ഈ ലോകത്ത് ഒരാൾക്കും പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ നാലാമതായി പറയുകയാണ്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഒരു മനുഷ്യന് നാളെ എന്ത് സംഭവിക്കും, അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും, ഒരു മനുഷ്യന്റെ ഭാവി പറയാ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല, ഒരു പ്രവാചകനെ കൊണ്ടും കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ മാത്രം അറിയുന്ന നാലാമത്തെ കാര്യമാണ് വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഏത് ജ്യോതിശാലയത്തിന്റെ മുന്നിൽ പോയാൽ, എത്ര വലിയ കൊടും മന്ത്രവാദികളുടെ മുന്നിൽ പോയാൽ, പൊന്നുമോളെ നിനക്ക് നാളെയുണ്ടാകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു തരാൻ കഴിയില്ല. 5ാമത്തെ കാര്യം ഏതെന്നറിയുമോ? വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഒരു മനുഷ്യൻ എവിടെ കിടന്നാ മരിക്കുന്നത്, ഒരു മനുഷ്യൻ എവിടെ കിടന്ന് എപ്പോഴും മരിക്കുമെന്ന് പറയാ, എവിടെ കബറടക്കുമെന്ന് പറയാ. അല്ലാഹുവിനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരാളെ കൊണ്ടും കഴിയില്ലെന്ന് ഖുർആൻ പറയുമ്പോൾ, പാതിരാത്രി കടന്നു വന്ന എന്റെ പ്രിയമുള്ളവരെ, ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ്. അല്ലാഹു തന്നെയല്ലേ പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്,
അല്ല തന്നെ പറയുകയാണ് ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി. അല്ല തന്നെ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി. എടാ മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയുവോ? ഒരു തുള്ളി ബീജത്തിൽ നിന്ന് നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിന്നെ പരീക്ഷിക്കാനാണോ? നിന്നെ ദുനിയാവിലേക്ക് വിട്ടിരിക്കുന്നത് വെറുതെയല്ല, നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ് അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഇന്നകും ഇലൈനാ ലാ തുർജഊൻ. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടാ. അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാ അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. സ്വർഗ്ഗം നിനക്ക് വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നോ ചെറുപ്പക്കാരാ? സ്വർഗ്ഗത്തിൽ വെറുതെ അങ്ങ് പോകാമെന്ന് കരുതുന്നോ പൊന്നുമോള്? ഇല്ല പൊന്നുമോള്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം അനുഭവിക്കാതെ നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല. എല്ലാം അനുഭവിക്കേണ്ടി വരും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങൾ മുഴുവനും നിനക്ക് നേരിടേണ്ടി വരും. നിന്നെ ഞാൻ സൃഷ്ടിച്ചത് പരീക്ഷിക്കാൻ വേണ്ടിയാ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് എന്റെ അടിമയെ ഞാൻ പരീക്ഷിക്കുന്നതെന്നറിയുവോ? പാതിരാത്രി കിടന്നു വന്നങ്ങള്, പാതിരാത്രി കിടന്നു വന്നവര് ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോ നീ വിചാരിക്കുന്നു എന്നോട് റബ്ബിന് ദേഷ്യമുള്ളത് കൊണ്ടാ പടച്ചവൻ എനിക്കത് തന്നതെന്ന്. അല്ല ചെറുപ്പക്കാരാ, അല്ല പെങ്ങള്. അല്ലാഹു നിനക്ക് ദുഃഖം തന്നത് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ, അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്. ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്. 30, 40, 50 കൊല്ലം അവൻ ജീവിക്കുകയാ. 30, 40, 50 കൊല്ലം ജീവിച്ചിട്ട് സ്വർഗത്തിൽ പോകാനുള്ള ഒരു അമലും ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ സ്വർഗം നിർബന്ധമാ. അവസാനം അല്ലാഹു അവന് സ്വർഗം കൊടുക്കാ ചെയ്യുന്നത് എന്തെന്നറിയുവോ? അല്ലാഹു അവന് മാരക രോഗങ്ങൾ കൊടുക്കുകയാണ്. പടച്ചവന് ക്യാൻസർ കൊടുക്കുകയാണ്. അവന്റെ കൈകാലുകൾ മുറിച്ചു മാറ്റുകയാണ്. അവന്റെ മക്കളെ മരിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നഷ്ടങ്ങളെ മാത്രം കൊടുക്കുകയാ. എല്ലാം കൊടുത്തിട്ട് അല്ലാഹു അവനെ കൊണ്ട് ശമിപ്പിക്കുകയാണ്. എന്നിട്ട് അതിനു പകരം അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു എങ്ങനെയാ പരീക്ഷിക്കുന്നതെന്നറിയുവോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു പരീക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അതും ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതും അല്ലാഹു തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസമറാ വബശിരി സാബിരീൻ. അല്ലാഹ് പറയുന്നത്, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങൾ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു ഭയം കൊടുക്കുകയാ, അല്ലാഹു വിശപ്പ് കൊടുക്കുകയാ, അല്ലാഹു കഷ്ടപ്പെടുത്തുകയാ, അവന്റെ സമ്പത്തുകൾ നഷ്ടപ്പെടുത്തുകയാ, അവന്റെ കച്ചവടങ്ങൾ നഷ്ടപ്പെടുത്തുകയാ, അവന് മാരക രോഗങ്ങൾ കൊടുക്കുകയാണ്. സ്വന്തം മക്കളുടെ മയ്യത്ത് വാപ്പയെ കൊണ്ട് കുളിപ്പിക്കും. ആ വാപ്പയെ കൊണ്ട് തന്നെ പൊന്നുമക്കളുടെ മയ്യത്ത് കബറടപ്പിക്കും. എന്നിട്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഇന്ന അസദ്ദന്നാസി ബലാഗ അൽ അംബിയാ
അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരികയാ, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്, അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയുവോ? അത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെയായിരുന്നു. 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. അള്ളാഹു ഈ പ്രവാചകന്മാരെയാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞതാരെന്നറിയുവോ? അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തതാരെയെന്നറിയുവോ? ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണീര് കുടിച്ച പ്രവാചകൻ ഏതെന്നറിയുവോ? അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത്, ഏറ്റവും കൂടുതൽ കരഞ്ഞത്, ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത്. എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് അള്ളാഹുവിന് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, അള്ളാഹുവിന് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, അള്ളാഹു നിനക്ക് ദുഃഖം തരുന്നത്, രോഗം തരുന്നത്, കടം തരുന്നത്, കച്ചവടം നഷ്ടത്തിലാക്കുന്നത്, നിനക്ക് പ്രയാസങ്ങൾ തരുന്നത് അള്ളാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേദനിച്ചത്. എന്തുകൊണ്ടെന്നറിയുമോ? റസൂലുള്ളാനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, 114 സൂറത്തുകളൊന്ന് കണ്ണോടിച്ച് നോക്ക്. എല്ലാ പ്രവാചകന്മാരുടെയും പേര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആദം നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, നൂഹ് നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, യഹ്യാ നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, യാക്കൂബ് നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, സുലൈമാൻ നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഈസാ നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്. ഈ പറഞ്ഞ പ്രവാചകന്മാരുടെ പേര് പറയുന്ന ആയത്തൊന്ന് ഓതി നോക്കണം. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ ആയത്തിലും അല്ലാഹു പേരാണ് വിളിച്ചത്. യാ ആദം എന്നാണ് വിളിച്ചത്, നൂഹേ എന്നാണ് വിളിച്ചത്, ഇബ്രാഹിം എന്നാണ് വിളിച്ചത്, യാ യഹ്യാ ഖുദിൽ കിതാബ്, യഹ്യാ നബിയുടെ പേരാണ് വിളിച്ചത്. പക്ഷേ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് യാ മുഹമ്മദ് എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും അല്ലാഹു വിളിച്ചിട്ടില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പടച്ചവര്. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു.